Hi everyone. Today with us we have Vishnu. So he is doing PhD in geophysics at University of Napoli, and his PhD is funded by INGV Italy, and this one will be a great opportunity for students who want to do PhD in geophysics or related field. So listen to us. Thank you so much, Vishnu, for joining us with us today. Thank you. Okay, My pleasure. so you can start by introducing yourself. Like you can say what was your background, so from where you completed your bachelor's degree, master's degree, and if you had any previous research experience, that one also. Please go ahead. ഹായ്, ഞാൻ വിഷ്ണു. ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് ഞാൻ നാട്ടിൽ കണ്ണൂരാണ്. ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് ഫിസിക്സിലാണ്, പയ്യന്നൂർ കോളേജ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് മറൈൻ ജിയോഫിസിക്സ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റ്. അതിനുശേഷം ഒരു 6 മാസം ഞാൻ റിസർച്ച് വർക്കായിട്ട് DRDOയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായ NPOയിൽ വർക്ക് ചെയ്തായിരുന്നു കൊച്ചിയിൽ. അതിനുശേഷം ഒരു വർഷത്തോളം ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസസ് ഇൻകോയ്സിൽ പ്രൊജക്ട് സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറ്റാലിയൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോഫിസിക്സ് ആൻഡ് വോൾക്കാനോളജി, യൂണിവേഴ്സിറ്റി ഓഫ് നാപ്പോളി കൊളാബറേറ്റുള്ള ഒരു പ്രൊജക്റ്റിൽ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്നതും അപ്ലൈ ചെയ്യുന്നതും. അങ്ങനെ ഇപ്പോൾ PhDക്ക് ഇവിടെ ഇറ്റലിയിലാണ്. അപ്പോൾ ഇറ്റലിയിൽ PhD ചെയ്യുന്നത് എർത്ത് ക്വിക്സ് ആൻഡ് സുനാമി മോഡലിംഗിലാണ്. PhD ടോപ്പിക്ക്. PhD അവാർഡ് ചെയ്യുന്നത് ഫിസിക്സിലാണ്. സോ അപ്പോൾ വിഷ്ണു ഈ അപ്ലൈ ചെയ്ത സമയത്ത് എന്തെങ്കിലും പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നോ, റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. റിസർച്ച് എക്സ്പീരിയൻസ് പറയുന്നത് ഞാൻ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസസിൽ 1 വർഷത്തോളം വർക്ക് ചെയ്തിരുന്നു. അവിടെ സുനാമിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് സുനാമി മെയിൽ ലിസ്റ്റിൽ എൻ്റെ സൂപ്പർവൈസർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നതും എനിക്ക് ഫോർവേഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആപ്ലിക്കേഷൻ ആക്ച്വലി ആദ്യം അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഇറ്റാലിയൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോഫിസിക്സ് ആൻഡ് വോൾക്കാനോളജി പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് നാപ്പോളി തമ്മിലുള്ള ഒരു കൊളാബറേറ്റീവ് പ്രൊജക്ട് ആയിരുന്നു സുനാമിയിൽ. അപ്പോൾ അവര് ഒരു അഡ്വർടൈസ്മെന്റ് സർക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അഡ്വർടൈസ്മെന്റിലേക്ക് ഞാൻ അതിൽ പറഞ്ഞിരുന്ന സൂപ്പർവൈസേഴ്സിന് മെയിൽ ചെയ്തു. മെയിൽ ചെയ്തിട്ട് അവര് ഇന്റർവ്യൂ ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് ആക്ച്വലി രജിസ്റ്റേർഡ് ടു എ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി പ്രോസസ്സ് വഴി അപ്ലൈ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് PhD പൊസിഷന് കയറിയത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ അഡ്വർടൈസ്ഡ് ആയിട്ടുള്ള ഒരു PhD പൊസിഷന് നമ്മൾ അപ്ലൈ ചെയ്തു, എന്നിട്ട് അഡ്മിഷൻ കിട്ടി എന്നുള്ളതല്ലേ? അപ്പോൾ ഇറ്റലിയിലെ ഈ PhD സ്ട്രക്ചർ എങ്ങനെയാണ്? എത്ര വർഷമാണ്, എന്തൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്? PhD ഇവിടെ ബേസിക്കലി 3 years ആണ്. അപ്പോൾ 3 yearsൽ കുറച്ച് കോഴ്സ് വർക്ക് ഒക്കെ ഉണ്ടാവും. അത് ഫസ്റ്റ് 2 years അല്ലെങ്കിൽ 3 yearsൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. കോഴ്സ് വർക്ക് അത്ര അധികമായിട്ടൊന്നുമില്ല. കുറച്ച് ഒരു 18 ക്രെഡിറ്റ്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഒരു 5-6 കോഴ്സ് എടുക്കുമ്പോൾ ആക്ച്വലി അത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ PhD പറഞ്ഞ പോലെ 3 വർഷമാണ്. വേണമെങ്കിൽ ഒരു 6 മാസം കൂടി എക്സ്റ്റൻഷൻ കിട്ടും അറ്റ് ദ എൻഡ് ഇഫ് നീഡഡ്. അല്ലെങ്കിൽ 3 വർഷത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ കണ്ട ഏത് കൺട്രി ആണെങ്കിലും ഏറ്റവും കുറവ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇറ്റലിയിലാന്ന് തോന്നുന്നു, 3 years. സോ ഓസ്ട്രേലിയ ആയിരുന്നു ഞാൻ ഇത്രയും നാളും കണ്ടിട്ടുണ്ടായിരുന്നത് 3.5 years. സോ നമുക്ക് വേണമെങ്കിൽ 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇറ്റലി 3 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ ഈ ഒരു PhD നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇത്ര നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? PhD കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങനെ പബ്ലിക്കേഷൻസ് മാൻഡേറ്ററി അല്ല. പക്ഷെ പബ്ലിക്കേഷൻസ് ഒബ്വിയസ്ലി ഉണ്ടാവുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ ഇവിടെ എല്ലാവർക്കും പബ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് PhD കഴിയുമ്പോൾ. അങ്ങനെ പബ്ലിക്കേഷൻസ് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ കുറവാണ്. ഓക്കെ, അപ്പോൾ മാൻഡേറ്ററി അല്ല, നമുക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. പക്ഷെ എന്തായാലും കൂടുതൽ എല്ലാവരും പബ്ലിഷ് ചെയ്യാറുണ്ടല്ലേ? എന്തായാലും പബ്ലിഷ് ചെയ്യാറുണ്ട് ബേസിക്കലി. ഓക്കെ, ഇപ്പൊ ഏത് ഇയർ ആയിരുന്നു? ഞാൻ ഫൈനൽ ഇയറിലേക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓ, ജസ്റ്റ് അപ്പൊ സ്റ്റാർട്ട് അതിന്റെ ചെയ്തു. ഭാഗമായിട്ട് ഇപ്പോ റിസർച്ച് പേഡിന് വന്നിരിക്കുകയാണ് ഇവിടെ ഗ്രീസിൽ, ഏതൻസിൽ, നാഷണൽ ഒബ്സർവേറ്ററി ഓഫ് ഏതൻസ് നോവ. അപ്പൊ അവിടെ ഒരു 3 മാസം ഇപ്പൊ ഇനീഷ്യൽ പീരീഡ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിലാണ്. ഓ, ഓക്കെ.
അപ്പോ ഈ നമ്മുടെ റിസർച്ചിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? എനിക്കറിയാം കുറച്ചുകൂടി ഈ ഐപിയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്ര ഡീറ്റെയിലൈസ് വേണ്ട. കുറച്ചൊന്ന് എന്താ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ടോപ്പിക് അല്ലേ ചോദിക്കുന്നത്? അതെ, ടോപ്പിക്ക് തന്നെ, നമ്മൾ ചെയ്യുന്ന ഓ, റിസർച്ച്. ഓക്കെ. ഞാൻ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി എർത്ത് സോഴ്സ് മോഡലിംഗ് ഫോർ സുനാമിയാണ്. അപ്പൊ നമുക്കറിയാം സുനാമി എന്ന് പറയുന്നത് ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അപ്പൊ പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്ട്രക്റ്റീവ് ആവാൻ എല്ലാ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ഒരു എക്സാമ്പിൾ 2004 ഇന്ത്യൻ സുനാമി, 2011 ജപ്പാൻ സുനാമി ഒക്കെ കണ്ടായിരുന്നു. ഒരുപാട് കാഷ്വാലിറ്റീസും ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സുനാമി എങ്ങനെ പോസിറ്റീവ് ഇമ്പാക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ സുനാമി ഏർലി വാർണിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ സോഴ്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. അപ്പൊ സോഴ്സ് മോഡലിംഗ് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നോ അത് നമ്മുടെ സുനാമി മോഡലിംഗ്, സുനാമി അലേർട്ടും ഒക്കെ ആക്യുറസി കൂട്ടും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി സുനാമിക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്. എർത്ത് വോൾക്കാനോ, പിന്നെ മീറ്റിയോർ ഇമ്പാക്ട്, ഇങ്ങനെ ഒരുപാട് ഫോഴ്സ് കൊണ്ട് സുനാമി ഉണ്ടാവാം. അപ്പൊ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആക്ച്വലി എർത്ത് കേസിലാണ്. അപ്പൊ ഓഫ് ഷോർ എർത്ത് കേസ് ആണ് ഒരു മേജർ കോൺട്രിബ്യൂട്ടർ വേൾഡിൽ നടക്കുന്ന സുനാമീസിൽ. അപ്പോൾ ആ സോഴ്സിനെ കുറിച്ച് പഠിക്കുകയും അതിന്റെ ആ സോഴ്സ് എത്രത്തോളം നമ്മൾ ആ സോഴ്സ് മോഡൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നു അത് നമ്മുടെ സുനാമി മോഡലിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യും. ഇതാണ് ബേസിക്കലി ടോപ്പിക്. ഞാൻ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തത് മെഡിറ്ററേനിയൻ സീയും അതിന്റെ അവിടുത്തെ സബ്ഡക്ഷൻ സോൺസും അങ്ങനെയുള്ള ഫീച്ചേഴ്സും ഇതൊക്കെയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതിപ്പോ നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നമ്മുടെ റിസർച്ച് വെച്ചിട്ട്? അതായത് നമുക്ക് ഇന്ത്യൻ സുനാമി 2004 നമുക്കറിയാം, നമ്മുടെ അൻഡമാനിൽ സുമാത്രയിലാണ് നടന്നത്. അപ്പോൾ നമ്മുടെ ചെന്നൈയിലൊക്കെ അതിന്റെ വേവ്സ് ഉണ്ടായിരുന്നു, ചെന്നൈയിലും ലോസ് ഉണ്ടായിരുന്നു. അതുപോലെ ശ്രീലങ്കയിലൊക്കെ ഒരുപാട് ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിന് കൂടുതലും ബാധിക്കാൻ സാധ്യതയുള്ളത് മക്രാൻ സബ്ഡക്ഷൻ സോൺ എന്ന് പറഞ്ഞിട്ട് ഗുജറാത്ത്, പാകിസ്ഥാൻ ആ ഒരു ഏരിയയിൽ ഒരു സബ്ഡക്ഷൻ സോൺ ഉണ്ട്. അപ്പോൾ അവിടെ സബ്ഡക്ഷൻ സോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓഷ്യാനിക് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട്, ഓഷ്യാനിക് പ്ലേറ്റും പിന്നെ കോണ്ടിനെന്റൽ പ്ലേറ്റും മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ എർത്ത് ക്വേക്സ്, അതായത് അണ്ടർ വാട്ടർ എർത്ത് ക്വേക്സ് നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത സബ്ഡക്ഷൻ സോണിലാണ്. അപ്പോൾ ആ സബ്ഡക്ഷൻ സോണിൽ ഒരു എർത്ത് ക്വേക്ക് ജനറേറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മുടെ കേരള കോസ്റ്റ് ഉള്ളത് അറേബ്യൻ സീലാണ്. അപ്പോൾ നമ്മുടെ അറേബ്യൻ സീലിലെ കേരള കോസ്റ്റിലേക്ക് അവിടെ ഒരു നല്ലൊരു എർത്ത് ക്വേക്ക് വന്നാൽ ആ വേവ്സ് എന്തായാലും റീച്ച് ചെയ്യും. അപ്പൊ ഇതൊക്കെ എത്രത്തോളം ആ വേവ്സിന് ഇമ്പാക്ട് ഉണ്ടാവും എന്നൊക്കെ പഠിക്കാനും ഇതൊക്കെ സാധിക്കും നമുക്ക്. ഈ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട് ഓൾറെഡി. അതുപോലെയാണ് ആൻഡമാനിലെ സുമാത്ര സബ്ഡക്ഷൻ സോൺ, അത് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റിനെയാണ് ബാധിക്കുക. അപ്പോൾ അവിടെ ഒരു സുനാമി നമുക്ക് ഓൾറെഡി എക്സാമ്പിൾ ഉണ്ട്, 2004 സുനാമി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ സുനാമി നടന്നിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഒരു സുനാമി ഏർലി വാർണിംഗ് സിസ്റ്റം വേണമെന്നും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഈ സുനാമി ഏർലി വാർണിംഗ് സിസ്റ്റം ഇന്ത്യയിൽ വന്നത് ആദ്യമായിട്ട്, അതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു റിസർച്ചിന്റെ സുനാമി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ എവിടെയായിരിക്കും ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ PhD? ഞാൻ പൊസിഷൻ ആണോ പറയുന്നത്? അതെ അതെ, ഇതിപ്പോ അതെ, എന്ത് പൊസിഷനാണ് നമുക്ക് കിട്ടുക? ജിയോ ഫിസിക്സോ അല്ലെങ്കിൽ ഈ സുനാമി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിൽ നമ്മൾ PhD കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പൊസിഷനിലേക്ക് പോകാം, എന്തൊക്കെ വർക്ക് നോക്കാം? ഒന്ന് സോഴ്സ് മോഡലിംഗിലേക്ക് പോവാം, ഒന്ന് എർത്ത് വേവ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ എർത്ത് വേവ്സ് ആണ് ഒരു മേജർ കോൺട്രിബ്യൂട്ടർ സുനാമിയിലെ. മാത്രമല്ല അതർ സോഴ്സസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും, വോൾക്കാനോളജി. അപ്പോൾ വോൾക്കാനോസും ചിലപ്പോൾ സുനാമീസ് ജനറേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഹങ്കത്തൊങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സുനാമി ഉണ്ടായിരുന്നു ഹങ്കത്തൊങ്ക വോൾക്കാനോന്റെ ഭാഗമായിട്ട്, വോൾക്കാനിക് എറപ്ഷന്റെ ഭാഗമായിട്ട്. അതുപോലെ സബ്മറൈൻ ലാൻഡ് സ്ലൈഡ്സിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ സബ്മറൈൻ ലാൻഡ് സ്ലൈഡ്സിന്റെ ഭാഗമായിട്ടും സുനാമീസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ടോപ്പിക്സിലേക്ക് എന്താണ് ഡീവിയേറ്റ് ചെയ്ത് പോവാം ഇത് കഴിഞ്ഞിട്ട്. അതായത് സുനാമി മോഡലിംഗ് ഈ സോഴ്സസ് ഒക്കെ കാരണം ഉണ്ടാവും. അപ്പൊ സുനാമി മോഡലിംഗിൽ ഈ ഏതൊരു ഫീൽഡിലേക്കും പോകാൻ പറ്റും. പിന്നെ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു 3 സൈഡ് വാട്ടറുമായിട്ട് ചുറ്റപ്പെട്ടെടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സുനാമി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോസ്റ്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന
അപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു സാധ്യതകളും കൂടുതലാണ്. ഓക്കെ. അപ്പൊ എന്താണ് വിഷ്ണുവിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്? ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ക് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട്. അപ്പോൾ പോസ്റ്റ് ഡോക്ക് ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും റിസർച്ച് ഓപ്ഷൻസ് വരുന്നു കഴിഞ്ഞാൽ അതിന് ജോയിൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അക്കാദമിക് ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാ? അക്കാഡമിയാണ് ഇപ്പോൾ അങ്ങനെയുള്ളത്. അതെ അതെ ശരിയാ. നോക്കാം, അത് കഴിയുന്ന രീതിയിൽ നോക്കണം. അതെ. വിഷ്ണുവിന് ഒരു ഏതെങ്കിലും ഒരു PhD ആസ്പിരന്റ് വിഷ്ണുവിനോട് എന്തെങ്കിലും അഡ്വൈസ് തരാനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പറയാനുണ്ടാവോ? നമുക്ക് ജിയോ ഫിസിക്സിൽ PhD ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാള്, അല്ലെങ്കിൽ ഇറ്റലിയിൽ PhD ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാള്, അപ്പൊ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ PhD പൊസിഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം, എന്താണ് ടോപ്പിക് എന്നും ആ ടോപ്പിക് എന്താണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കവർ ലെറ്റർ, CV ഇതൊക്കെ കറക്റ്റായിട്ട് സിമ്പിൾ ആയിരിക്കണം. ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ മോട്ടിവേഷൻ ലെറ്റർ, കവർ ലെറ്റർ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താണോ അറിയുന്ന കാര്യങ്ങൾ മാത്രം സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കുക. കാരണം അവരും അതാണ് ഉദ്ദേശിക്കുന്നത് അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ. ഇപ്പോൾ ആപ്ലിക്കേഷൻസിൽ വ്യക്തമായിട്ട് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അത് അങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ, ഈ ഫണ്ടഡ് ആയിട്ടുള്ള PhD കോഴ്സിന് അപ്ലൈ ചെയ്യണോ അതോ ഈ സൂപ്പർവൈസറിനെ കോൺടാക്ട് ചെയ്യണോ, എന്താ തോന്നിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അഡ്വർടൈസ്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓൾറെഡി ഡിഫൈൻഡ് ആണ് അഡ്വർടൈസ്മെന്റ് എന്താണ്, പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഡിഫൈൻഡ് ആണ്. പക്ഷേ സൂപ്പർവൈസറിനെ കോൺടാക്ട് ചെയ്യുന്നതും കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇത് കുറച്ചും കൂടെ ഈസി ട്രാക്ക് ആയിരിക്കും അഡ്വർടൈസ്മെന്റിലൂടെ. ഒരുപാട് ഒരുപാട് യുറാക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ യുറാക്സസ് ഒരുപാട് സെർച്ച് ചെയ്യായിരുന്നു ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴും പിന്നെ ഇൻകോയ്സിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ. അപ്പൊ യുറാക്സസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കണ്ടു, ഞാൻ അപ്ലൈ ചെയ്തു. അത് ഒരുപാട് റിജക്ഷൻസ് വരും ഓഫ് കോഴ്സ്. പക്ഷെ ഒരു 100 മെയിൽസ് അയക്കുമ്പോൾ ഒരു 5-10 നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ അതാണ് ബേസിക്കലി എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 2-3 സെലക്ഷൻ കിട്ടി. അപ്പോൾ ഈസി കറക്റ്റായിട്ട് നല്ലതായിട്ട് തോന്നിയത് സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. ഇറ്റലിയിൽ എങ്ങനെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആണോ എങ്ങനെ? ഇറ്റലിയില് കോഴ്സ് ഇംഗ്ലീഷിലാണ്. നമ്മളെ PhD ഒക്കെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ്, എല്ലാവരും അക്കാഡമിക്സ് ഇംഗ്ലീഷിലാണ്. പക്ഷേ ഇവിടെ പബ്ലിക്കിൽ പൊതുവെ ഇറ്റാലിയൻ മാത്രമേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് സദേൺ ഇറ്റലിയാണ്, നാപ്പോളിയിൽ. അപ്പൊ അവിടെ പബ്ലിക്കിൽ പൊതുവെ ഇറ്റാലിയൻ മാത്രമാണ് സംസാരിക്കുന്നത്. പിന്നെ മാസ്റ്റേഴ്സ് കോഴ്സ് ഒക്കെ ഇറ്റാലിയനിൽ തന്നെയാണ്. ഇൻ കേസ് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് മാത്രം വന്നാൽ മാത്രമേ മാസ്റ്റേഴ്സ് ഇംഗ്ലീഷിൽ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ ക്ലാസ് ഒക്കെ. അങ്ങനെയാണ് സ്കീം. പക്ഷെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അങ്ങനെ എന്താണ് ബുദ്ധിമുട്ട് അനുഭവിക്കാറില്ല. കാരണം ഒരുപാട് ഇന്ത്യൻസ് ഒക്കെ ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് തന്നെയാണ് കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുഴപ്പമില്ല. അതെ അല്ലേ. അപ്പോ ഈ നമ്മൾ PhD ചെയ്ത സമയത്ത് കോഴ്സ് വർക്ക് ചെയ്തില്ലായിരുന്നു, അത് മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിന്റെ കൂടെ അല്ലേ? അല്ലല്ല, കോഴ്സ് വർക്ക് PhDക്ക് തന്നെ ഇവർ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഓ, സെപ്പറേറ്റോ? PhD സെപ്പറേറ്റ്. വേണമെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് കോഴ്സിന്റെ ഭാഗമാവുകയും ചെയ്യാം, അത് കുഴപ്പമില്ല. ഓ, എനിക്ക് തോന്നുന്നത് ഏകദേശം നമ്മളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഏകദേശം എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഞാനൊരു 10 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിലൊരു 7 റിജക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഒരു 3 സെലക്ട് ആയിട്ടുണ്ട് ഏറെക്കുറെ. പക്ഷെ ഓക്കെ. രണ്ടെണ്ണം രണ്ടെണ്ണം അതിനുശേഷം ഫർദർ മെയിൽസ് അപ്ഡേറ്റ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. ഇത് പക്ഷെ ഇത് ഞാൻ ആക്ച്വലി യുറാക്സസ് വഴി കണ്ടുപിടിച്ച ക്വസ്റ്റൻ അല്ല. ഒരു മെയിൽ ലിസ്റ്റ് ഉണ്ട് സുനാമിയുടെ. അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി സുനാമിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്റെ സൂപ്പർവൈസർ ഇങ്ങനെ ഒരു മെയിൽ ലിസ്റ്റിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ കണ്ടതും എനിക്ക് ഫോർവേഡ് ചെയ്ത്, അങ്ങനെയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തത്. അതെ. അപ്പൊ ഇത്രയും ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്താണല്ലോ, അപ്പൊ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? ഇന്റർവ്യൂ ബേസിക്കലി എല്ലാ ഇന്റർവ്യൂവിലും എനിക്ക് തോന്നിയത് ബേസിക് ആണ്. അതായത് നമ്മൾ എന്താണോ മാസ്റ്റേഴ്സ് ഒക്കെ പഠിച്ച അതിന്റെ ബേസിക്സ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് അറിയേണ്ടത്. ബേസിക്സ് ബേസിക്സും പിന്നെ അവരുടെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്ക് വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവണം.
അതിപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. കാരണം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒന്ന് ഈ കുട്ടിക്ക് ബേസിക്സ് അറിയോ, അല്ലെങ്കിൽ രണ്ടാമത്തത് അവർ പ്രൊജക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നതാണോ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെയാണ് ഇപ്പോ. ഓക്കെ, അപ്പൊ നമ്മൾ ബേസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ ചെയ്ത പ്രൊജക്റ്റും നമ്മൾ ചെയ്ത മാസ്റ്റേഴ്സ് ഡിഗ്രിയും പിന്നെ അവർ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അതെ അതെ. പിന്നെ അവരെ റിസർച്ച്, അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. സൂപ്പർവൈസേഴ്സിന്റെ ഫീൽഡ്, അവരെന്തിനാണ് വർക്ക് ചെയ്യുന്നത്, അവരിപ്പോ ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവരെ റീസെന്റ് പബ്ലിക്കേഷൻ ഒക്കെ എടുത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ അവരെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് റിപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്റർവ്യൂസിൽ. അതെ അതെ, ഇത് ശരിയാണ്. ഞാൻ PhD-ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ 1, 2, 3 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയത് ഇന്റർവ്യൂ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര അറിയില്ല എന്ത് ചെയ്താലാണ് ഇന്റർവ്യൂ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ട് കവർ ചെയ്തു, എങ്ങനെ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയായിരുന്നു, നമ്മുടെ കറണ്ട് റിസർച്ച് എന്താണ്, ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, പിന്നെ PhD ആസ്പിറൻസിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ. ഓ യാ, താങ്ക് യു വിഷ്ണു, താങ്ക് യു സോ താങ്ക് മച്ച്. യു. താങ്ക് യു വെരി മച്ച്.